പ്രവാസികൾ സാമ്പത്തികപരമായി വലിയ മണ്ടത്തരങ്ങൾ കാണിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാനായി നമ്മൾ ചെലവഴിക്കുന്ന ചെറിയൊരു പണം, ഒരു നേരം ചായ കുടിക്കുന്ന ചിലവ് മാത്രം വരുന്ന വളരെ തുച്ഛമായൊരു തുക നമ്മൾ നീക്കിവെക്കുകയാണെങ്കിൽ കുടുംബത്തിന് പരിപൂർണ സുരക്ഷ ഒരുക്കാനുള്ള സാഹചര്യം ഇപ്പോൾ പ്രവാസിക്ക് മുന്നിലുണ്ട്. എന്നാൽ ധാരാളം തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് പ്രവാസി സുഹൃത്തുക്കൾക്കിടയിലായതുകൊണ്ട് തന്നെ കൃത്യമായി ഗവൺമെന്റ് ബോഡി റെഗുലേറ്റ് ചെയ്യുന്ന ഉപകാരപ്രദമായ പല പദ്ധതികളും പ്രവാസികൾ അറിയാതെ പോവുകയാണ്. അത്തരത്തിലുള്ള ഒന്നാണ് NRI ടേം ഇൻഷുറൻസ്. പ്രവാസികൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിലോ ക്യാൻസർ പോലെയുള്ള ഗുരുതര രോഗങ്ങൾ വന്നാലോ ആക്സിഡന്റുകൾ സംഭവിച്ച് അംഗവൈകല്യം സംഭവിച്ചാലും കുടുംബം മുഴുവനായും തകർന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണാറുള്ളതാണ്. ആ സമയത്ത് പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥ വരികയുമാണ്. ഒരാളുടെ വിയോഗം ഒരിക്കലും പണത്തിന് മാറ്റാൻ സാധിക്കുന്നില്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ കരുതി വെച്ച് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ച കുട്ടികളുടെ വിവാഹമാണെങ്കിലും അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും ഒക്കെ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മൾ കരുതുന്ന പോലെ ഒരു ജീവിതം അവർക്ക് ഉണ്ടാകണമെങ്കിൽ നിർബന്ധമായും NRI ടേം ഇൻഷുറൻസുകൾ എടുത്തു വെച്ചിരിക്കണം. മറ്റ് ലൈഫ് ഇൻഷുറൻസുകൾ പോലെ ഉയർന്ന തുക കൊടുത്ത് വാങ്ങേണ്ട ഒന്നല്ല NRI ടേം ഇൻഷുറൻസ്. 800 മുതൽ 900 രൂപ അടവിന് പോലും 2 കോടിയുടെ പരിരക്ഷ ഒരുക്കാൻ NRI ടേം ഇൻഷുറൻസിന് ഇന്ന് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ മാസം അടയ്ക്കുന്നത് 1500 രൂപയാണെന്ന് കരുതുക. അതേ 1500 രൂപ തന്നെയായിരിക്കും നമ്മൾ 90 വയസ്സ് വരെയോ അല്ലെങ്കിൽ 100 വയസ്സ് വരെയോ ഒക്കെ അടയ്ക്കുന്നത്. ഈ കാലയളവിനിടയിൽ നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിന് 2 കോടി കിട്ടും എന്ന് പറയുമ്പോൾ ഒരു വർഷം ശരാശരി നമുക്ക് 15,000 രൂപയാണ് ചെലവാകുന്നത്. 10 വർഷം കൊണ്ട് 1.5 ലക്ഷം രൂപയാണ് പതിയെ നമുക്ക് ചെലവാകുന്നത്. ഇവിടെയാണെങ്കിലോ കുടുംബത്തിന് പൂർണ്ണമായ സുരക്ഷയാണ് NRI ടേം ഇൻഷുറൻസ് ഇതിലൂടെ ഉറപ്പാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വില കൂടിയ ലൈഫ് ഇൻഷുറൻസിലേക്ക് പോകുന്നതിലും ഏറ്റവും നല്ലതും നിർബന്ധമായും എടുത്തിരിക്കേണ്ടതും NRI ടേം ഇൻഷുറൻസുകൾ തന്നെയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കണമെന്ന് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്നില്ല. ഓരോരുത്തർക്കും മികച്ചത് ഓരോന്നായതുകൊണ്ട് തന്നെ 51 ഗവൺമെന്റ് പ്രൈവറ്റ് കമ്പനികളെ പോലും താരതമ്യം ചെയ്ത് ഇനി നിശ്ചിത കാലയളവിൽ നമുക്ക് മരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം മുഴുവൻ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ തന്നെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് തന്നെ എടുക്കാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ നൽകുന്നുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. ഇഷ്ടപ്പെട്ടതും തുകയ്ക്ക് യോജിക്കുന്നതും ഒക്കെ നോക്കി തിരഞ്ഞെടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനുവേണ്ടി എല്ലാ പ്രവാസി സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുകയും വേണം. ടേം ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോഴും നിരവധി ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ വരാറുണ്ട്. ഇന്ന് ആ ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് ടേം ഇൻഷുറൻസിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം. എന്താണ് NRI ടേം ഇൻഷുറൻസ്? കുടുംബത്തിന് വേണ്ടി കടൽ കടന്ന് അന്യനാട്ടിൽ കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ. അവന്റെ വിയർപ്പിലാണ് നാട് തന്നെ നന്നാകുന്നത്. വീടും കുടുംബവും ഒക്കെ രക്ഷപ്പെടുത്തിയ അയാൾക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു പോയാലോ? ഇത്ര നാളും നിങ്ങളെ മാത്രം ആശ്രയിച്ചു നിന്ന കുടുംബത്തിന് പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ NRI ടേം ഇൻഷുറൻസുകൾ എടുത്തു വെക്കേണ്ടത്. ആകസ്മികമായി നമ്മുടെ വീട്ടിലെ വരുമാന സ്രോതസ്സായ പ്രവാസിക്ക് മരണം സംഭവിച്ചു പോയാൽ നല്ലൊരു തുക കുടുംബത്തിന് നൽകാൻ ഇതിലൂടെ സാധിക്കും. അതിജീവനം എളുപ്പമാക്കാൻ ഇതിലൂടെ അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. കുറഞ്ഞത് സാമ്പത്തിക ബാധ്യത അവരിലേക്ക് എത്തില്ലല്ലോ. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ മാസം 800 മുതൽ 900 രൂപ വരെ അടച്ച് 2 കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വരെ നമുക്ക് കാണാവുന്നതാണ്. ആനുവൽ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ ലഭിക്കുന്ന 5% വരെ ഡിസ്കൗണ്ടും 18% GST ഇളവും അടക്കം 23% വരെ ലാഭത്തിൽ നമുക്ക് ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ അവസരമുണ്ട്. ഇത് അനിവാര്യമാകുന്നത് എപ്പോഴാണ്? ഒരു ടേം ഇൻഷുറൻസ് പ്ലാൻ എന്നത് ഒരു തരം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. നിങ്ങൾക്കും ഇൻഷുറൻസ് ദാതാവിനും ഇടയിലുള്ള ഒരു സാമ്പത്തിക കരാറാണ് ഇത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ പോളിസി കാലയളവിൽ നിങ്ങൾക്ക് അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് വലിയൊരു തുക ഇൻഷുറൻസ് കമ്പനി നൽകുന്നതായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കിയ കടബാധ്യതയൊന്നും തന്നെ അവരെ അലട്ടുകയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭാവത്തിൽ സം അഷ്വേർഡ് ആയിട്ടുള്ള ഒരു തുക നിങ്ങളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കും. വ്യക്തിഗത പോളിസി സൊല്യൂഷനുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകളും വ്യത്യസ്ത ഓപ്ഷനുകളും ഇന്ന് ഉണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനുകൾ താരതമ്യം ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതും അതുപോലെ മികച്ചതുമായ ടേം ഇൻഷുറൻസ് പോളിസി തിരഞ്ഞെടുക്കാനും ഇവിടെ അവസരമുണ്ട്. എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കണം എന്ന് മാത്രം. തിരിച്ച് പണം കിട്ടുന്ന ഇൻഷുറൻസ് ആണോ? വലിയ തുകയടച്ച് ചെറിയ റിട്ടേൺ ലഭിക്കുന്ന ഇൻഷുറൻസുകൾ മാർക്കറ്റിലുണ്ട്. എന്നാൽ NRI ടേം ഇൻഷുറൻസ് ആ കൂട്ടത്തിലുള്ളതല്ല. ചെറിയ തുകയടച്ച് വലിയ തുകയുടെ കവറേജ് ആണ് ഇതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക. എപ്പോഴാണ് NRI ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത്? NRI ടേം ഇൻഷുറൻസ് തുടങ്ങുമ്പോൾ പ്രായം ഒരു പ്രധാന ഘടകം തന്നെയാണ്.
കാരണം പ്രായത്തിനനുസൃതമായി അടയ്ക്കേണ്ട തുകയിലും മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അത് എടുത്തു വെക്കുകയാണ് ഏറ്റവും നല്ല ഒരു കാര്യം. നമ്മൾ എപ്പോഴാണോ തുടങ്ങുന്നത് അന്ന് അടച്ച തുക തന്നെ 10 വർഷം കഴിഞ്ഞാലും നമ്മൾ അടച്ചാൽ മതി. വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. വലിയ തുക പ്രീമിയം അടയ്ക്കേണ്ടി വരുമോ? ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ മാസം 800 മുതൽ 900 രൂപ നൽകിയാൽ പോലും 2 കോടിയുടെ കവറേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട്. പിന്നെ നിങ്ങളുടെ സാലറി ഒക്കെ നോക്കി നല്ല പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. എങ്ങനെയാണ് പണം അടയ്ക്കേണ്ടത്? നിങ്ങൾക്ക് മാസ തവണകളായിട്ടും ഇനി വാർഷികമായിട്ടും തുക അടയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഏജന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമെടുത്ത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. പിന്നെ ഒരുപാട് പ്ലാൻ ഉള്ളതുകൊണ്ട് ഫിൽറ്റർ ഇട്ട് താരതമ്യം ചെയ്ത് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മരിച്ചാൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ? അതിന്റെ ഉത്തരം അല്ല എന്നാണ്. പ്രീമിയം ബാക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലാവധിക്ക് ശേഷം തുക കൈപ്പറ്റുകയും ചെയ്യാം. പിന്നെ ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് വന്നാലും ഇൻഷുറൻസ് ലഭിക്കും. ലിങ്കിലൂടെ കയറുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ആനുവൽ പ്രീമിയം ഒന്നിച്ചടയ്ക്കുമ്പോൾ ലഭിക്കുന്ന 5% വരെ ഡിസ്കൗണ്ടും 18% GST ഇളവുമടക്കം 23% വരെ ലാഭത്തിൽ നമുക്ക് ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ അവസരമുണ്ട്. നമ്മുടെയും കമ്പനിയുടെയും ഡീലിന്റെ ഇടയിൽ ഒരു ഏജന്റുമില്ല. അപ്പോൾ അയാളുടെ കമ്മീഷനും നമുക്കിവിടെ ലാഭമാണ്. കുറഞ്ഞത് 23% വരെ ഡിസ്കൗണ്ട് ഈ വകയിൽ തന്നെ നമുക്ക് ലഭിക്കും. ഞാൻ കമന്റിൽ നൽകിയ ലിങ്കിലൂടെ എടുക്കുകയാണെങ്കിൽ 51-ലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ NRI ടേംസ് താരതമ്യം ചെയ്ത് എടുക്കാവുന്നതാണ്. ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ 30 മുതൽ 50% വരെ ചാർജും കുറവായിരിക്കും. വിദേശ രാജ്യത്താണെങ്കിൽ ഇതിന് നല്ല ചാർജാണ് ഈടാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ NRI അക്കൗണ്ട് വഴി എടുക്കുന്നതെങ്കിൽ GST 18% കുറവും ലഭ്യമാകും. എങ്ങനെയാണ് ടേം ഇൻഷുറൻസ് എടുക്കുക? ഞാൻ കമന്റിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മുടെ ജെൻഡർ ഓപ്ഷൻ വരും. അത് ഫിൽ ചെയ്യുന്നതോടെ നമ്മുടെ വിവരങ്ങൾ, അതായത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ നമ്പർ അല്ല അവിടെ കൊടുക്കേണ്ടത്. മറിച്ച് കൺട്രി എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിലവിൽ താമസിക്കുന്ന രാജ്യത്തിന്റെ പേര് സെലക്ട് ചെയ്യണം. അതോടെയാണ് കൺട്രി കോഡ് മാറി വരിക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിന് ലിങ്കിൽ നമ്പർ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും. അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് സംശയ നിവാരണം നടത്താം. അതിനുശേഷം വരുന്ന വ്യൂ പ്ലാൻസ് നോക്കാവുന്നതാണ്. കൃത്യമായി സത്യസന്ധമായി തന്നെ വേണം നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ. ഫിൽറ്റർ എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാകും. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട കമ്പനികളുടെ പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ഇവയെ കമ്പയർ ചെയ്ത് ഇതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്ന പ്ലാൻ കണ്ടെത്താനും കഴിയും. പിന്നെ പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ശേഷം വരുന്ന വിൻഡോയിൽ നൽകേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. എല്ലാവർക്കും ഇത് സ്വന്തമാക്കാൻ കഴിയുമോ? ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം തന്നെ. എല്ലാവർക്കും NRI ടേം ഇൻഷുറൻസ് ലഭിക്കാറില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല. കാരണം ഇവിടെ നമ്മുടെ യോഗ്യതയും അയോഗ്യതയും ഒക്കെ തീരുമാനിക്കുന്നത് കമ്പനിയാണ്. അവരുടെ ടേംസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൃത്യമായി സത്യസന്ധമായി തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന്. അപ്പോൾ മാസം നമ്മൾ വെറുതെ പൊട്ടിച്ചു കളയുന്ന പണം കൊണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാ പ്രവാസികൾക്കും അവസരമുണ്ടെന്ന് മനസ്സിലായല്ലോ. ഈ അറിവ് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും അറിയണ്ടേ? അതിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.